ഹാപ്പി ലാൻഡ് സ്പെഷ്യലിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷാർജ മൊബൈലിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ ഇന്ന് ഷോപ്പിങ്ങിന് എത്തുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം തന്നെ ഞാൻ അവരോടൊരു കുസൃതി ചോദ്യം ചോദിക്കും. അതിന് ആൻസർ പറയുന്നവർക്ക് ഹാപ്പി ലാൻഡിലേക്ക് പോകാനുള്ള ഗിഫ്റ്റ് വൗച്ചറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഹാപ്പി ലാൻഡിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. ഒത്തിരി റൈഡ്സും ഇൻഡോറും ഔട്ട്ഡോറും വാട്ടർ ഗെയിം ഒക്കെ ഉള്ളൊരു പ്ലേസാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ്. അപ്പോൾ ഹാപ്പി ലാൻഡിലേക്കുള്ള ഗിഫ്റ്റ് വൗച്ചർ കിട്ടാൻ ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത് കുറേ കുസൃതി ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി പുതിയൊരു ഫാമിലിയെ പരിചയപ്പെടാം. ഈ ഓണക്കാലത്തെ ഹാപ്പി ലാൻഡിനൊപ്പം അടിച്ചു പൊളിച്ച് രസിക്കൂ. ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, വെമ്പായം, തിരുവനന്തപുരം. യെസ്, ഹാപ്പി ലാൻഡ് സ്പെഷ്യലിൽ അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരു ഫാമിലി ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പേരെന്താണ്? ജീന. ജീന. പ്രിയേഷ്. പ്രിയേഷ്. പേരെന്താണ്? സാത്വിക്. 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 ഓക്കെ. നാട്ടിലെവിടെയാ? കാസർഗോഡ്. കാസർഗോഡാണ്. കാസർഗോഡ് തന്നെ രണ്ടുപേരും. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ദുബായിൽ ഒരു DIP ബയാറ എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടോ അതോ വെക്കേഷൻ വന്നതാണോ വിസിറ്റിലാണോ? വിസയിൽ തന്നെയാണ് വർക്ക് ചെയ്യണ്ട. മോന്റെ കാര്യങ്ങൾ നോക്കണം. ഒരു ബഹളമാണല്ലേ? ചേട്ടമ്മയാണോടാ നീ? കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടോ? കുഞ്ഞു കുറുമ്പൊക്കെ ഉണ്ടോ? ബാക്കി കുഞ്ഞുറപ്പൊക്കെ ഉണ്ടോ? ഓക്കെ. അങ്ങനെ എല്ലാ ദിവസവും ഇവിടെയാണോ ഷാർജയിലാണോ താമസം? അപ്പോൾ ഇവിടെ തന്നെയാണോ മൊബൈലിൽ തന്നെ ഇവിടെ നെസ്റ്റോയിൽ തന്നെയാണോ പർച്ചേസിംഗ്? ഇവിടെ തന്നെ. ഇന്നത്തെ പർച്ചേസിംഗിന് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ഗിഫ്റ്റുകൾ 10-ാം തീയതി പോവാണ്. 10-ാം തീയതി നാട്ടിൽ പോവാണ്. ഓക്കെ. നാട്ടിലേക്കുള്ള പർച്ചേസ് ആണ് ഗിഫ്റ്റ് കാര്യങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണല്ലേ ഇവിടെ? കുറച്ച് വില ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള മേടിക്കാൻ വരുന്നത്. അങ്ങനെ വന്നതാണ്. നാട്ടിലെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ അതോ ഇയർലി ആണോ പോകുന്നത്? ഞാനിപ്പോ ഇയർലി ഞാൻ വെക്കേഷന് പോകും. ഇടയ്ക്ക് വന്ന് പോകും. അപ്പൊ ഇപ്പൊ പോകുമ്പോഴത്തേക്ക് എങ്ങനെ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവോ? ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് വിസ റിന്യൂ ചെയ്യാൻ വന്നേ. മോൻ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. മോൻ അവിടെ തന്നെയാണല്ലേ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? ലിറ്റിൽ ഫ്ലവർ പറയുന്ന സ്കൂളിലാണ്. ഓക്കെ. അപ്പൊ ട്രിവാൻഡ്രം അറിയാലോ. ട്രിവാൻഡ്രത്ത് ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ ഹാപ്പി ലാൻഡിൽ പോകാൻ താല്പര്യമുണ്ടോ? വാട്ടർ റൈഡൊക്കെ ഇഷ്ടമാണോ മോന്? റൈഡ്സിലൊക്കെ പോകാൻ ഇഷ്ടമാണോ? വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണോ? വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമല്ല അല്ല? ഇത് കണ്ടോ? ഈ ഫോട്ടോ കണ്ടോ? ഇത് കണ്ടോ? ഇവിടെ ഇതിലൊക്കെ കയറാൻ ഇഷ്ടമാണോ? നോക്ക്, കണ്ടോ? ഇതൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അമ്മയോട് പറയണം കേട്ടോ, ട്രിവാൻഡ്രത്ത് എവിടെ കൊണ്ടുപോകണമെന്ന്? ഹാപ്പി ലാൻഡിൽ കൊണ്ടുപോകാൻ പറയല്ലേ? അപ്പോൾ ഒരു കുസൃതി ചോദ്യം കൂടി ഉണ്ട്, ഞാൻ അതുകൂടി ചോദിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. സോ ഇതാണ് കുസൃതി ചോദ്യം. കഴിക്കാൻ എടുക്കും പക്ഷെ ആരും കഴിക്കത്തില്ല. എന്താ സംഭവം? കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കും പക്ഷെ ആരും കഴിക്കില്ല. വെറൈറ്റി അല്ലേ? ഓ മൈ ഗോഡ്, വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞു പ്ലേറ്റ്. കറക്റ്റ് ആണ്. നമ്മളെല്ലാവരും കഴിക്കാൻ എടുക്കുന്നത് എന്താണ്? പ്ലേറ്റ്. പക്ഷെ നമ്മളത് കഴിക്കാറുണ്ടോ? ഇല്ല. ഞാൻ കരുതി ആൻസർ പറയില്ല. ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ആൻസർ പറഞ്ഞു. എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അത് സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കുകയാണോ? ഡാൻസറാണ്. ഓക്കെ. ഏതാണ്? ക്ലാസിക്കൽ ഭരതനാട്യമാണ്. നാട്ടിൽ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? ക്ലാസ് എടുക്കുന്നുണ്ട്. ഡിപ്ലോമ ചെയ്തോണ്ടുണ്ട്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ ഇല്ല. നാട്ടിലാണ്. വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒത്തിരി പേര് ഇവിടെയും കുട്ടികൾ നാട്ടിലിപ്പോ ഇങ്ങനെ ടീച്ചറെ കാണാണ്ട് പിള്ളേർ വിഷമിക്കുമായിരിക്കുമല്ലോ. ഇല്ല, ഞാൻ വേറെ ആളെ സെപ്പറേറ്റ് ഡാൻസ് സ്കൂൾ ഇട്ടിട്ടുണ്ടല്ലേ? എന്റെ സംഗീത ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അവിടെ ടീച്ചറായിട്ടാണ്. എവിടെയാണ് അത്? കാസർഗോഡ് തന്നെയാണ് അതല്ലേ? കാഞ്ഞങ്ങാടിന് അടുത്താണ്. എങ്ങനെ അപ്പൊ മോന് എങ്ങനെ ഡാൻസിനോട് താല്പര്യമുണ്ടോ? ഡാൻസ് ഇഷ്ടമാണോ? പാട്ട് പഠിക്കുന്ന ഇഷ്ടമാണ്. പാട്ട് പഠിക്കുന്നുണ്ടോ? ആളൊന്ന് ഷൈ ആണ്. അത് പാട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ദുബായ് വന്നു, ഷാർജയിലാണ് താമസം. എല്ലാ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണോ? എല്ലാ എമിറേറ്റ്സിലും പോയോ? ഇപ്പോൾ വന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച വന്നേലും. അപ്പോൾ കുറച്ച്
പോകാൻ വേണ്ടി കുറച്ച് പോയി. എന്നാലും കുറച്ച് സ്ഥലങ്ങൾ പോയി. എന്നാലും ഓണാഘോഷങ്ങളൊക്കെ ആ ഓണാഘോഷങ്ങളായിരുന്നല്ലേ ഒത്തിരി. ഇവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ ഇഷ്ടമായോ? ഇവിടെ ഫുൾ ടൈം ഓണം. ഫുൾ ടൈം ഓണാണ്. ഓണാഘോഷം നമുക്ക് മലയാളികൾക്ക് ഇവിടെ ഡിസംബർ വരെ അതെ, നാട്ടിൽ ഒരു ദിവസത്തിൽ കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു, പിന്നെ ഓണം ഇല്ല കഴിഞ്ഞു. പക്ഷെ ഇവിടെ ദേ കഴിഞ്ഞിട്ടില്ല, ഡിസംബർ വരെ, അടുത്ത ക്രിസ്മസ് വരെ. അതെ. എങ്ങനെ ഇവിടുത്തെ ഓണാഘോഷമാണോ നാട്ടിലെ ഓണാഘോഷമാണോ എന്നുള്ളത്? എനിക്ക് ഹസ്ബൻഡ് അടുത്തുണ്ടാവും, അതായിരിക്കും. അതാണ് സന്തോഷം അല്ലേ? Yes. അതൊരു ഭാര്യ പറയുന്ന ഒരു നല്ലൊരു ആൻസറാണ്. ഹസ്ബൻഡ് എവിടെയുണ്ടോ അവിടെയാണ് എനിക്ക് ഓണം, ആളുള്ളടുത്താണ് ഓണാഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എവിടെയാണ് പോകേണ്ടത്? ട്രിവാൻഡ്രത്തുള്ള ഹാപ്പി ലാൻഡിലേക്കാണ്. എത്ര ബാസ് വേണം? എത്ര എണ്ണം വേണം? ഫാമിലി വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുണ്ടോ? ഫാമിലി, ഏട്ടത്തി, അച്ഛനമ്മ. അപ്പോൾ ഒരു ഫാമിലി, ഒരു എന്താ പറയുക, ഒരു ടൂർ പോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വെമ്പായത്താണ് ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കിട്ടും. ഗൂഗിളിൽ നോക്കിയാലും മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാലും ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഹാപ്പി ലാൻഡിലേക്ക് പോവുക. അപ്പോൾ എത്ര വൗച്ചേഴ്സ് വേണം? നമ്പേഴ്സ് പറഞ്ഞു. 1 2 3 4 5 6 7 വൗച്ചേഴ്സ്. 8 തരാം. ഒരാൾ എക്സ്ട്രാ വന്നാലോ 8 വൗച്ചേഴ്സ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ മേടിച്ചോളൂ. ഇനി ഇതേ അവിടേക്ക് നോക്കിയിട്ടൊന്ന് പറയും ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡ്. യെസ്, ഹാപ്പി ലാൻഡ് എന്ന് പറയും. ഹാപ്പി ലാൻഡ്. യോ ഹാപ്പി ലാൻഡ്. തമ്പോട് ഹാപ്പി ലാൻഡ്. യെസ്, ഹാപ്പി ലാൻഡ് സ്പെഷ്യൽ ഇന്നത്തെ ഒരു സെഗ്മെന്റ് എല്ലാ മലി പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.